ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ മനുഷ്യനാണല്ലോ. സകല മേഖലകളിലും പ്രവാചകർ ഏറ്റവും മുന്നിലായിരുന്നു. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. മുത്തുനബിയുടെ ധൈര്യത്തെ വിശദീകരിക്കുന്ന ഒരു സംഭവ കഥ ഞാൻ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മുത്തുനബിയുടെ ഹിജ്റയ്ക്ക് മുമ്പ് നടന്ന കഥയാണ് കേട്ടോ. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് ഏകലായിരിക്കുകയായിരുന്നു. കുറച്ചകലെ അബൂജഹലിന്റെ അനുയായികൾ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ആ സമയത്താണ് സാധാരണക്കാരനായ ഇബ്നുൽ ഗൗസ് അവിടെ എത്തിയത്. എനിക്ക് അബൂജഹൽ കുറേ പണം തരാനുണ്ട്, ചോദിക്കുമ്പോഴേക്ക് പിന്നെ ആകട്ടെ നാളെ ആകട്ടെ എന്നാണ് അയാളുടെ മറുപടി. നിങ്ങളാ പണം ഒന്ന് വാങ്ങിത്തരുമോ? ഇബ്നുൽ ഗൗസ് പറഞ്ഞു. ചങ്ങാതി, അതാ അവിടെ ഇരിക്കും, നാളെ കണ്ടോ, അതാണ് മുഹമ്മദ്. മൂപ്പരോട് പറഞ്ഞാൽ മതി, ഉടനെ നിങ്ങളുടെ പണം വാങ്ങിത്തരും. അബൂജഹലിനെയായി മുത്തുനബിയെ ചൂണ്ടി പറഞ്ഞു. എനിക്ക് അബൂജഹൽ കുറേ പണം തരാനുണ്ട്, ചോദിച്ചു മടുത്തു. ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. ഇബ്നുൽ ഗൗസിന്റെ ധൈര്യത കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷമം തോന്നി. പണത്തിനുള്ള പ്രയാസം പറഞ്ഞപ്പോൾ സഹിച്ചില്ല. മുത്തുനബി എന്ത് ചെയ്തെന്നറിയുമോ കൂട്ടുകാരെ? ഇബ്നുൽ ഗൗസിനെയും കൂട്ടി നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് നടന്നു. ഹേ അബൂജഹൽ, ഒന്ന് ഇറങ്ങി വരൂ. അബൂജഹലിന്റെ വീട്ടിലെ ജലബി തിരുമേനി വാതിലിൽ മുട്ടി വിളിച്ചു. വാതിൽ തുറന്ന അബൂജഹൽ പകച്ചുപോയി. മുന്നിൽ നിൽക്കുന്നത് തന്റെ അജന്മ ശത്രുവായ മുഹമ്മദാണ്. കൂടെയുള്ളതോ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി ഓടിച്ച ഇബ്നുൽ ഗൗസാണ്. ഈ കാണുന്ന ഇബ്നുൽ ഗൗസിലോ നിങ്ങൾ പണം കൊടുക്കാനുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഉണ്ട്. അബൂജഹലിന്റെ ശബ്ദം പതറി. എങ്കിൽ ആ പണം തീർത്തു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അതൊരു കൽപ്പന പോലെയാണോ അബൂജഹലിന് തോന്നിയത്? അബൂജഹൽ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ആ പണം തീർത്തു കൊടുത്തു. ഇബ്നുൽ ഗൗസ് മുത്തുനബിയോട് നന്ദി പറഞ്ഞ് ഇരുവരും മടങ്ങിപ്പോയി. തിരിച്ചു പോകുന്ന ഇബ്നുൽ ഗൗസിനെ കണ്ടപ്പോൾ അബൂജഹലിന്റെ അനുയായികൾ ആകാംക്ഷരായി. എന്താണ് നടന്നതെന്ന് അറിയണമല്ലോ. മുത്തുനബി നാണം കെട്ട കഥ ഇബ്നുൽ ഗൗസിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. ശരി, അതായിരുന്നു ശരിക്കും അവരുടെ ലക്ഷ്യം. മുഹമ്മദിന്റെ ശുപാർശ ഉണ്ടായിട്ടും അബൂജഹൽ ആയിരുന്നില്ല അല്ലേ? അബൂജഹലിന്റെ അനുയായി പരിഹാസത്തോടെ ചോദിച്ചു. മുത്തുനബി കാരണം എന്റെ പണം തിരിച്ചു കിട്ടി, നല്ല മനുഷ്യൻ. ഇത് കേട്ട അബൂജഹലിന്റെ അനുയായികൾ വല്ലാതായി. അവർ സംഘം ചേർന്ന് അബൂജഹലിന്റെ വീട്ടിലേക്ക് നടന്നു. മുഹമ്മദിനെ എതിർക്കാനും പരിഹസിക്കാനും നീ ഞങ്ങളെ പ്രേരിപ്പിച്ചു. മുഹമ്മദിനെ കണ്ടപ്പോൾ നീ ഭീരുവായി. സംഭവം അവർ അബൂജഹലിനെ കണ്ട ഉടനെ തന്നെ ചോദിച്ചു. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിന്റെ രണ്ട് തോളുകളിൽ രണ്ട് സിംഹങ്ങൾ ഇരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവ വന്ന് എന്നെ വിഴുങ്ങിയാലോ എന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പണം കൊടുത്തത്, അബൂജഹൽ അറിയിച്ചു. ഇത് മുത്തുനബിയുടെ ഒരു വലിയ മുഅ്ജിസയായിരുന്നു. കൂട്ടുകാരെ, അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കാനും പ്രവർത്തിക്കാനും മുത്തുനബിക്ക് ആരെയും പേടിയില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇബ്നുൽ ഗൗസ് വല്ല വിശപ്പ് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെയും കൂട്ടി അബൂജഹലിന്റെ അടുത്തേക്ക് ചെല്ലതും പെട്ടെന്ന് തന്നെ ആ പണം വാങ്ങിക്കൊടുത്തതും. അബൂജഹലിനെ ഇതുപോലെ പേടിപ്പിക്കണമെങ്കിൽ മുത്തുനബിയുടെ ധൈര്യം തന്നെ ആവശ്യം വന്നു. ആ മുത്തുനബിയുടെ കൂടെ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാനാകട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. Thank you. On stage number 6, Lalidaganam for high school girls.